ഒരു ഹെന്ന കോണിന്റെ ക്വാളിറ്റി അതിന്റെ റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണോ? ഹെന്ന ലീഫ് സെലക്ട് ചെയ്യുന്നത് മുതൽ അത് പൗഡർ ആക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലേ. ബട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് കിട്ടി കറക്റ്റ് മെത്തേഡിലൂടെ അല്ല നമ്മൾ കോൺ ഉണ്ടാക്കുന്നതെങ്കിലോ പാളിപ്പോവും അല്ലേ. സോ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് പ്ലസ് ഹെന്ന കോൺ ആക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റേജസും പ്രോപ്പർ മെത്തേഡിലൂടെ ചെയ്താൽ മാത്രമേ ബെസ്റ്റ് സ്റ്റെയിൻ അല്ലെങ്കിൽ ബെസ്റ്റ് കൺസിസ്റ്റൻസി ഉള്ള ഒരു പെർഫെക്റ്റ് ഹെന്ന കോൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദ എന്തിനാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അതിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ആ ബാറ്ററിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഹെന്ന പൗഡർ സിഫ്റ്റ് ചെയ്യുന്നതും അതിന്റെ പേസ്റ്റ് സ്ട്രെയിൻ ചെയ്യുന്നതും എല്ലാം. നമ്മുടേത് ട്രിപ്പിൾ ഫിൽറ്റർ അല്ലെങ്കിൽ 5 ഫിൽറ്റർ അല്ലെങ്കിൽ ഏത് പ്രീമിയം പൗഡർ ആയിക്കോട്ടെ, നമ്മൾ പൗഡർ സ്റ്റോർ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ അതിൽ ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഹെന്ന പൗഡർ സിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലംസ് ഫുള്ള് റിമൂവ് ആക്കാൻ പറ്റും. നമ്മൾ ഈ ഹെന്ന ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സിൽ ചില ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളായിരിക്കും മേ ബി നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ വലിയ ചേഞ്ചസ് വരുത്തുക. സോ നെക്സ്റ്റ് ടൈം ഹെന്ന ഉണ്ടാക്കുമ്പോൾ പൗഡർ ഒന്ന് സിഫ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ, അല്ലെങ്കിൽ പേസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.